നമുക്ക് പഴുത്ത ചക്ക പച്ച ചക്ക ഏതായാലും വേണ്ടില്ല കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മധുരത്തിൽ വേണമെങ്കിൽ പഴുത്ത ചക്ക എടുക്കാം, മധുരം ഇല്ലാണ്ട് വേണമെങ്കിൽ പച്ച ചക്ക എടുക്കാം. കണ്ടല്ലോ, ഞാനിത് പച്ച ചക്ക വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ട് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. കറിയൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെറുതായിട്ടൊരു മധുരം വന്ന ചക്കയാണ് കേട്ടോ. അതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കപ്പ് മൈദയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് വെള്ളം ആവണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് അതുപോലെ പഞ്ഞി പോലെ കിട്ടുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഇത് നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമ്മളൊരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണ നല്ലോണം ചൂടായതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഓരോ തവി നല്ലോണം മിക്സാക്കി ഒഴിച്ചു കൊടുക്കും. ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല കേട്ടോ. അതാണ് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാണ്ട് നമ്മൾ ഇത് മുഴുവനായി ഉണ്ടാക്കിയെടുത്താലും ബാക്കി എണ്ണ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ഒന്ന് എണ്ണ തൂവി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ബബിൾസായി പൊന്തി വരും. എന്നിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. ബായ്.